നമുക്ക് ചെയ്യാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. മേടിച്ചു പോയോ? ഇല്ല ഇല്ല. ഇല്ല. ഇവിടെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് വന്നതാണോ? ഷോപ്പിംഗ് വന്നതാണ്. ഷോപ്പിങ്ങിന് വന്നതാണ്. ചേച്ചി ഞങ്ങൾ വരുന്നത് സ്പോർട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ആ ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സ്പോർട്ട് ക്വിസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. സ്പോർട്ടിൽ പോയിട്ട് ഇതേപോലെ തന്നെ ആളുകളോട് പെട്ടെന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കും. 3 ചോദ്യങ്ങൾക്കും അവര് ഉത്തരം ശരിയാണ് പറയുന്നതെങ്കിൽ നല്ലൊരു ആകർഷകമായ സമ്മാനം ഉണ്ടായിരിക്കും. ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് കൃഷ്ണപ്രഭ. കൃഷ്ണപ്രഭ. ചേച്ചി വീട് എവിടെയാ? എന്റെ വീട് തയ്യില്. തയ്യില്. കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ സിറ്റി. എന്താ ചെയ്യുന്ന ജോലി? ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. എന്റെ ഇടയ്ക്ക് ചെറിയൊരു ബിസിനസ്സും കൂടിയുണ്ട്. സാമൂഹ്യ പ്രവർത്തകയാണ്, ഒപ്പം തന്നെ ഒരു ചെറിയൊരു ബിസിനസ് കൂടിയുണ്ട് അല്ലേ? എന്ത് ബിസിനസ് ചെയ്യുന്നത്? എനിക്ക് തട്ടുകടയുണ്ട്, ഒരു പൂജാ സ്റ്റോർ ഉണ്ട്. അടിപൊളി. അപ്പൊ അവിടെയൊക്കെ ചേച്ചി സ്വന്തമായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഞാൻ സ്വന്തമായിട്ടാണ്. പേരെന്താ? പ്രിയ. പ്രിയ എന്ത് ചെയ്യുന്നത്? വെരി ഗുഡ്. എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാണ്, ഗൾഫ് ആറ്റ്. യെസ്, എറണാകുളത്ത്. വീട് എവിടെയാ? തയ്യിൽ തന്നെ. നിങ്ങള് പരിചയക്കാരാണോ അല്ലെങ്കിൽ കുടുംബക്കാരാണോ? പരിചയക്കാരാണ്. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ പറഞ്ഞത് നേരത്തെ എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് സാമൂഹ്യ പ്രവർത്തകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ട്. സംഘടനാ പ്രവർത്തനം ചെയ്യാറുണ്ട്? സംഘടനാ പ്രവർത്തനം ഉണ്ട്. ഏത് സംഘടനയാണെന്ന് ചോദിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറഞ്ഞതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. അഭിമാനമുണ്ട്. ഏത് സംഘടന ഇപ്പൊ വർക്ക് ചെയ്തോണ്ട്? ബിജെപിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വെരി ഗുഡ്. ബിജെപിയുടെ ജില്ലാ സെക്രട്ടറിയാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചേച്ചി ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യത്തെ ചോദ്യത്തിന്. എന്റെ ആദ്യത്തെ ചോദ്യം സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ആയിരിക്കും. ആ നേതാവിന്റെ ഉത്തരം കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യം ഇതാണ്: ആരാണ് 2014 ഭാരതരത്നം നേടിയ വ്യക്തി? 2014 ഭാരതരത്നം നേടിയ 2 പേർക്ക് മോഡി ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാള് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി ആണ് ഭാരതരത്ന അവാർഡ് നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്. ഉറപ്പിക്കട്ടെ? അടൽ ബിഹാരി വാജ്പേയി എന്നുള്ള ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലെ കടമ്പ ചേച്ചി അങ്ങ് കടന്നു കാണും അല്ലെ? ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്, അതും കടന്ന് വീണ്ടും ഒരു ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലാണ് സമ്മാനം കിട്ടുക, വലിയൊരു മെഗാ സമ്മാനം ലഭിക്കുന്നത്. പിന്നെ എങ്ങനെ പോകുന്നു ഈ സംഘടനാ പ്രവർത്തനം? ഇപ്പോഴേ നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ചേച്ചിയുടെ കാലഘട്ടത്തിലും എൻ്റെ കുട്ടിക്കാലഘട്ടത്തിലൊക്കെ ഈ സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കൊരു സംഘടനാ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആദരവ്, ഒരു ബഹുമാനമുണ്ട്. ഇപ്പൊ അത് ഉണ്ടോ അല്ലെങ്കിൽ അത് കുറവാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോന്ന് ചോദിച്ചാല് നമുക്കുണ്ടെന്ന് പറയാം. നമ്മളിപ്പം എന്റെ ഒരു സഹപ്രവർത്തനം കണ്ടാൽ എനിക്ക് അത് ബഹുമാനം ഉണ്ടാവാം. പക്ഷെ അന്നത്തെ സംഘടനാ പ്രവർത്തനമല്ല ഇന്നത്തേത്. അന്നെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സേവന സന്നദ്ധതയാണ്. നമുക്ക് നമ്മൾ ഇങ്ങോട്ട് എന്താണോ അതില്ല, നമ്മൾ എന്താണോ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാനൊക്കെ അത് വിശ്വസിച്ചാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, ഇന്നും ഉണ്ട്. തീർച്ചയായിട്ടും. ശരി, ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏത് മേഖലയിൽ നിന്നാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുക? ഒരു മേഖല. പുരാണങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയാം. പുരാണങ്ങള് അതായത് രാമായണം, മഹാഭാരതം, അതൊക്കെ എനിക്ക് കുറച്ച് അറിവുണ്ട്. അറിയാം. പക്ഷെങ്കില് ചേച്ചിയുടെ അത്ര അറിവ് എനിക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും ഇല്ല. എങ്കിലും ചേച്ചി പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിപ്പോ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. രാമായണ മാസാണ്. വീട്ടിൽ നിന്ന് രാമായണ പാരായണം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രേക്ഷകർ പറയുകയാണ്, ഇനി എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ചേച്ചി ഉത്തരം പറയുന്നതാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാലും ചേച്ചി ആ മേഖലയിൽ നിന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ആ മേഖലയിൽ നിന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആ രാമായണവുമായി ബന്ധപ്പെട്ട് എന്റെ ചോദ്യം ഇതാണ്: രാമ ലക്ഷ്മണന്മാർ വനവാസം നടക്കുന്ന സമയത്ത് അക്കരെ കടക്കാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ച ആ തോണിക്കാരന്റെ പേരാണ് പറയേണ്ടത്. ഗുഹൻ. ഉറപ്പാണ്? ഗുഹൻ എന്നുള്ള ഉത്തരവും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല രീതിയിലാണ് ഈ മത്സര യാത്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉത്തരം പറയും. അപ്പൊ ചേച്ചിയുടെ കൂടെ ഇന്ന് കിട്ടിയതിൽ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഒരു ചോദ്യം ബാക്കി കിടപ്പുള്ളൂ. ആ ചോദ്യത്തിന് ഇതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു സമ്മാനമാണ് താങ്കളെ തേടിയെത്തുന്നത് അല്ലേ? പിന്നെ വീട്ടുകാര്യങ്ങളും ഞാൻ ചോദിച്ചത്. വീട്ടിലാരൊക്കെ ഉള്ളത്?
അമ്മയുടെ പേരെന്താ? ഇവിടെ എന്റെ ഹസ്ബൻഡ് 2 ആൺകുട്ടികളാണ്. അവരുടെ വൈഫ് 2 ആൾ, ഒരു കുഞ്ഞുമോളും. അപ്പൊ അമ്മൂമ്മയാണ്. അമ്മൂമ്മയാണ്, കണ്ടാത്തതല്ലേ ഉള്ളൂ. അത് ശരി. എന്താ കൊച്ചുമോളുടെ പേരെന്താ? വൈദേഹി. നല്ലൊരു പേരാണ്. എന്താണ് മോള്? ചെറിയ കുട്ടിയാണോ? ചെറുത് 4 വയസ്സ്. 4 വയസ്സ്. അപ്പൊ മൂത്ത മകൻ ജിഷ്ണു, അവന്റെ ഭാര്യ ലക്ഷ്മി. പിന്നെ വിഷ്ണു സാഗർ, അവന്റെ ഭാര്യ ശ്രീലക്ഷ്മി. ഞാൻ കൃഷ്ണപ്രഭ, ഹസ്ബൻഡ് കൃഷ്ണദാസ്. അല്ല, ഇതിൽ ഈ മൊത്തം ഫാമിലിയിൽ തന്നെ ഒരു ഒരു ദേവമായ ഉണ്ടല്ലോ, പുരാണമായി ബന്ധപ്പെട്ട എല്ലാ വൈദേഹി എല്ലാം അങ്ങനെയുള്ള പറയുന്നത്. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇനി സമ്മാനത്തിന് വേണ്ടി ഒരു ചോദ്യം ഒന്ന് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഘടനാ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. പിന്നെ രണ്ടാമത് ചോദ്യം ഇവർ ആവശ്യപ്പെട്ട രാമായണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. ഇനി ഒരു ചോദ്യം കൂടി ബാക്കി കിടപ്പുണ്ട്. അത് ഏത് മേഖലയിൽ ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് ഞാൻ ഒരു അവസരം തരികയാണെങ്കിൽ ഏത് മേഖല തെരഞ്ഞെടുക്കുക? മഹാഭാരതം പറയുന്നത്. മഹാഭാരതം. രാമായണവും മഹാഭാരതവുമാണ് നമ്മുടെ ഏറ്റവും വലിയ 2 ഇതിഹാസങ്ങൾ. അതിൽ ഏറ്റവും വലിയ ഇതിഹാസം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. വേദവ്യാസൻ എഴുതിയ മഹാഭാരതമാണ്. ആ മഹാഭാരതം വായിച്ചിട്ടുണ്ട്. രാമായണം വായിക്കുന്ന പോലെ തന്നെ മഹാഭാരതം പഠിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഞങ്ങൾ ബാലഗോകുലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്ലാസ് എടുക്കാറുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഒരു ധൈര്യം പറയാം. അപ്പൊ പ്രേക്ഷകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാ പിന്നെ ആ ഒരു കവർ നേരത്തെ ഞങ്ങൾ കൊടുക്കാന്ന് പറയുന്നത് അല്ലെ? മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഒരു പാണ്ഡിത്യമുള്ള ആളോട് അവരെങ്ങനെയാലും ഉത്തരം പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. മഹാഭാരത യുദ്ധം നടക്കുന്നത് യുദ്ധഭൂമി അറിയല്ലോ, ഇവിടെ വെച്ചിട്ടായിരുന്നു മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ള ചോദ്യമല്ല, അറിയില്ലേ? അപ്പോൾ അവിടെ വെച്ച് നടന്ന 18 ദിവസം നടന്ന ആ യുദ്ധത്തില് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പത്മവ്യൂഹം ഭേദിക്കാൻ പറ്റാതെ അഭിമന്യു പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. തൻ്റെ മകനെ കൊന്ന ആ വ്യക്തിയെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊല്ലാൻ കഴിയാതെ വരികയാണെങ്കിൽ ഈ തീയിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് കടുത്ത പ്രതിജ്ഞ എടുക്കും അച്ഛനായിട്ടുള്ള അർജുനൻ. പക്ഷെങ്കിൽ താങ്കളോടുള്ള രണ്ടുപേരുള്ള എൻ്റെ ചോദ്യം ഇതാണ്: അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ വെച്ച് ചതിച്ചു കൊന്ന ആ വ്യക്തിയുടെ പേരാണ് പറയുന്നത്. ദുര്യോധനന്റെ പെങ്ങള് ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥൻ. ഉറപ്പിക്കട്ടെ, ജയദേവനല്ല, ജയദ്രഥൻ. അതെ, ഞാൻ ചോദിക്കുന്നത് ജയദേവനാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ജയദ്രഥൻ ഉറപ്പിക്കട്ടെ. ജയദ്രഥൻ എന്ന് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ താങ്കളെ കാത്തിരിക്കുന്നത്, രണ്ടുപേരെയും കാത്തിരിക്കുന്നത് ഒരു മെഗാ സമ്മാനമാണ്. ജയദ്രഥൻ എന്ന് പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ താൽക്കാലികമായിട്ട് ഈ മത്സരയാത്രയിൽ ഞങ്ങളോട് വിട ചോദിക്കേണ്ടി വരും. ഉറപ്പിക്കട്ടെ, ജയദ്രഥൻ എന്ന് പറയുന്ന ഉത്തരം. ഏതായാലും വളരെ നല്ല രീതിയിലാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം പറയുന്നത്. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, 2014 ഭാരതരത്ന നേടിയ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയമില്ലാതെ അവരുടെ പ്രിയപ്പെട്ട നേതാവിന്റെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയായ രാമായണവുമായി ബന്ധപ്പെട്ടാണ്. ഗുഹൻ എന്ന ആ തോണിക്കാരന്റെ പേര് പെട്ടെന്ന് തന്നെ കണ്ടെത്തി. പക്ഷെ മൂന്നാമത്തെ എൻ്റെ ചോദ്യം ഇതായിരുന്നു, അതായത് അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ വെച്ച് ചതിച്ചു കൊന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴേ ജയദ്രഥൻ എന്ന് പറയുന്ന ഉത്തരം അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ ഞാൻ പറയേണ്ടുള്ളൂ. ജയദ്രഥൻ എന്ന് പറയുന്ന ഉത്തരം ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരങ്ങളെ 2 പേരും പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായോ? സന്തോഷമായോ? ഞാനൊരു പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങൾ അറിവാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിങ്ങളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ഞാൻ കയറി വന്നത്. പക്ഷെ നിങ്ങൾ വളരെ നന്നായിട്ട് സന്ദേശത്തോടുകൂടി ഈ മത്സരയാത്ര പങ്കെടുക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചതിന് ഞങ്ങളുടെ ഒരു അഭിനന്ദനം ആദ്യമേ ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ചില ആളുകൾക്ക് എത്ര കഴിവുണ്ടായിട്ടും എത്ര അറിവുണ്ടായിട്ടും അറിവ് പങ്കുവെക്കാൻ അവർ താല്പര്യപ്പെടും. ചിലർക്ക് ഒരു ഉൾവലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, ആ തെറ്റിപ്പോകുന്ന ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ബോറാകുമോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ തിരിച്ച് എന്നോട് 3 ചോദ്യം മഹാഭാരതം ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ പറയാൻ പറ്റിയില്ല, രാമായണവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങള് വളരെ നല്ല രീതിയിൽ ധൈര്യപൂർവ്വം ഒരു സംഘടനാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം താങ്കൾക്കുണ്ട്. ഈ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു സംരംഭത്തെ കുറിച്ച് പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട സമൂഹത്തോട്? ഇങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളെ പോലെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന് നല്ലൊരു വാഗ്ദാനമാണ്. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ തലമുറക്ക് അറിയില്ലായിരിക്കാം. അപ്പൊ അത് അവർക്ക്
ഇത് മനസ്സിലായി. ഈ എന്താ പറയുക, മഹാഭാരതം, രാമായണത്തിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന മറ്റുള്ള മേഖലയിലാണെങ്കിലും അറിയാത്ത കുട്ടികൾക്ക് ഇന്നത്തെ ഒരു കാര്യം പറയാം. ഇപ്പം SLC പിന്നെ ഫുൾ മാർക്ക് മേടിച്ച കുട്ടിയോട് നമ്മളൊരു ജയദ്രഥൻ എന്ന് എഴുതാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് അറിയില്ലായിരിക്കാം. മനസ്സിലാവും. അപ്പോൾ ഈ വെറും പാഠപുസ്തകങ്ങളിലെ മാത്രം കാര്യങ്ങൾ മാത്രം പഠിച്ചതിനെ കൊണ്ട് അതൊരു വിദ്യ മാത്രമാണ്, വിവേകം വരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറിവും എന്താ പറയാ വിജ്ഞാനവും എല്ലാം നേടിക്കൊടുക്കും എന്നുള്ള നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഒരുപാട് സന്തോഷവും നന്ദിയും ഉണ്ട് ചേച്ചിയുടെ ഈ നല്ല വാക്കുകൾക്ക്. ഇനി അവസാനത്തെ സെഗ്മെന്റ് കിടക്കുകയാണ്. അതൊരു പ്രൈസ് സെറിമണിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഫ്രാൻസിസ് ആലുക്കാസ് എന്ന് പറയുന്ന ജ്വല്ലറിയുടെ മുന്നിൽ വെച്ചായിരുന്നു. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാനേജർ വന്നു, ഞങ്ങൾ സമീപിച്ചു. അവർക്ക് എങ്ങനെയായാലും നിങ്ങളൊരു സമ്മാനം കൊടുക്കണം, ഇനി മെഗാ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമ്മാനം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇനി ഞങ്ങളുടെ ഏറ്റവും മികച്ച സമ്മാനമായ ആ ഒരു സമ്മാനം അതും സന്തോഷത്തോടെ സ്വീകരിക്കുക. ഏതായാലും സ്പോർട് മീഡിയയുടെ ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ വാശിയേറിയ ചോദ്യങ്ങളും നല്ല നല്ല മത്സരത്തുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെക്കും ഈ ദിവസം നിങ്ങളോട് യാത്ര ചോദിക്കുന്നു ക്യാമറമാൻ ഷാജഹാനോടൊപ്പം ഞാൻ പ്രശാന്ത്.